സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്നത് ഒരു ലിറ്റിൽ തമിഴ്നാടായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ കാണുന്നത് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ലിറ്റിൽ ഇന്ത്യയിലെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജായ തമിഴ് ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെ, പക്ഷേ അതിൽ തമിഴ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇത് സിംഗപ്പൂരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമോ? ഒരിക്കലുമില്ലല്ലോ. സിംഗപ്പൂരിലെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വെച്ചുകൊണ്ട് ഒറിജിനൽ തമിഴ് ശൈലിയിൽ ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ സിറ്റിസൺസ് അവരുടെ ഒരു ലോകമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് സിംഗപ്പൂർ വർഷങ്ങളായിട്ടുള്ളതാണ്. 200-300 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളിൽ വന്ന് സിറ്റിസൺഷിപ്പായ അവരെ പാരമ്പര്യം നിലനിർത്തുന്ന ദ്രാവിഡ കഴകത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് അധികമുള്ളത്. അപ്പോൾ നമുക്ക് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തമിഴിലും ഇംഗ്ലീഷിലുമാണ് ഇവിടുത്തെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ലിറ്റിൽ ഇന്ത്യ എന്നുള്ളത് ലിറ്റിൽ തമിഴ്നാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിംഗപ്പൂരിലെ ലിറ്റിൽ തമിഴ്നാട്.